ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനികളെ, മാപ്പ് ചെയ്യപ്പെടുന്ന നജസ്സുകളുടെ ഇനങ്ങൾ നാം പറഞ്ഞു. നിരുപാധിക നിസ്കാരത്തിലും വസ്ത്രത്തിലൊക്കെ ആയാലും വെള്ളത്തിലും എല്ലാം നിരുപാധിക മാപ്പ് ചെയ്യപ്പെടുന്ന ചില നജസ്സുകൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇനി നിസ്കാരത്തിൽ മാത്രം മാപ്പ് ചെയ്യപ്പെടുന്ന ചില നജസ്സുകളുണ്ട്. അതാണ് പറയുന്നത്. അൽ മഅഫൂ അൻഹാ, മാപ്പ് ചെയ്യപ്പെടുന്ന നജസ് ഫി സ്വലാത്തി, നിസ്കാരത്തിൽ, ഖാസത്തൻ, പ്രത്യേകം, മറ്റുള്ളിടത്തൊന്നുമില്ല. വെള്ളത്തിലല്ല, വെള്ളത്തിലായ മാപ്പില്ല, നിസ്കാരത്തിൽ മാത്രം. ഖാസത്ത് എന്ന് പറഞ്ഞാൽ പ്രത്യേകം. എന്താ? ദമുമ, ഒന്ന്, ഒരു ജീവിയുടെ രക്തം, ഒരു ശവത്തിന്റെ രക്തം എന്നും പറയാം. ഒന്നിന്റെ രക്തം. ലാ നഫ്സലഹു, അതിന് രക്തമില്ല. ലാ നഫ്സലഹു, അതിന് രക്തമില്ല. സായിലത്തൊലിക്കുന്ന, ലാ നഫ്സലഹു, അതിന് രക്തമില്ല. സായിലത്തൊലിക്കുന്ന, ഒലിക്കുന്ന രക്തമില്ലാത്ത ഒരു ജീവിയുടെ രക്തം. കൊതുകിന്റെ രക്തം, മൂട്ടയുടെ, പല്ലിയുടെ ഒക്കെ രക്തങ്ങള് നമ്മുടെ വസ്ത്രത്തിലോ ഒക്കെ ആയാല് നിസ്കാരത്തിൽ മാപ്പ് ചെയ്യപ്പെടുന്ന നജസാണ്. ദമുമ, ഒന്നിന്റെ രക്തം. ലാ നഫ്സലഹു, അതിന് രക്തമില്ല. സായിലത്തൊലിക്കുന്ന. മറ്റൊന്ന്, രണ്ട്, ദമു നഫ്സിഹി, സ്വന്തം ശരീരത്തിലെ രക്തം. സ്വന്തം ശരീരത്തിലെ, നമ്മളെ ശരീരത്തിലെ രക്തം. ഇന ദമാമീലി, ചോരക്കുരുവിനാലും, വൽ ബസിറാത്തി, മുഖക്കുരുവിനാലും, വൽ ഖുറൂഹി, മുറികളാലും, മുറിവ്, അവ മുറിവിലെയും ചോരക്കുരു, മുഖക്കുരുവിന്റെ ഒക്കെ രക്തം. മൗലിൽ ഹിജാമ, ഹിജാമ ചെയ്തതിന്റെ സ്ഥലം, കൊമ്പ് വെക്ക എന്നൊക്കെ പറയും. ഹിജാമ, കപ്പിങ്. വൽ ഫസ്റ്റി, കുത്തിവെച്ച് രക്തമെടുത്ത സ്ഥലം. വൽ ഹുക്നത്തി, ഇഞ്ചക്ഷൻ ചെയ്ത സ്ഥലം. ഇങ്ങനെയുള്ള രക്തങ്ങള് ആയ സ്ഥലങ്ങള് മാപ്പ് ചെയ്യപ്പെടും. അപ്പൊ നിസ്കാരത്തിന് എന്തില്ല? അത് കഴുകിയിട്ടില്ല എന്നതിന്റെ പേരിൽ നിസ്കരിക്കാതിരിക്കേണ്ടതില്ല. നിസ്കരിക്കാം. ചോരക്കുരു, അതുപോലെ മുറിവുമലുള്ള രക്തം, ഹിജാമ ചെയ്ത സ്ഥലം. ചിലപ്പോൾ നമ്മൾ ഹിജാമ ചെയ്ത് ഇങ്ങോട്ട് വരുമ്പോ അവിടെ കഴുകാനും വൃത്തിയാക്കാനൊന്നും സൗകര്യം ഉണ്ടാവൂല. അപ്പൊ നിസ്കാരം എന്താക്കണ്ട, മുടക്കണ്ട. മറിച്ച് ആ രക്തം മാപ്പ് ചെയ്യപ്പെടുന്ന രക്തമാണ്. അങ്ങനെ സ്വന്തം ശരീരത്തിൽ നിന്ന് വരുന്ന ഇത്ര രക്തങ്ങൾ, ഇത് അധികമുണ്ടെങ്കിലും മാപ്പാണെന്നാ പറയുന്നത്. ഇനി മൂന്നാമത്തെ മാപ്പ് ചെയ്യപ്പെടുന്ന രക്തം, അൽ ഖലീലു മിൻ ദമിൽ അജ്നബി, അന്യ രക്തത്തിൽ നിന്നും കുറഞ്ഞത്. മറ്റൊരാളുടെ രക്തം നമ്മുടെ ശരീരത്തിലേക്ക് തെറിക്കൂലേ? അങ്ങനെ തെറിക്കുമ്പോ അത് നമ്മളെ ശരീരത്തിലായി. അവന്റെ രക്തം നമ്മളെ ശരീരത്തിലേക്കോ നമ്മളെ തുണിയിലേക്കൊക്കെ ആയി. അവൻ നിസ്കാരത്തില് മാപ്പ് ചെയ്യപ്പെടും. അത് കുറഞ്ഞത് മാത്രം. സ്വന്തം ശരീരത്തിലെ രക്തം, നേരത്തെ പറഞ്ഞ രക്തം അധികരിച്ചാലും മാപ്പുണ്ട്. ഇത് കുറഞ്ഞത് മാത്രം. ഇപ്പൊ 3 വിധം രക്തം പറഞ്ഞു. മൂട്ടാക്കൊതു പോലത്തതിന്റെ രക്തം, അതുപോലെ സ്വന്തം ശരീരത്തിലെ രക്തം, അന്യ രക്തം കുറഞ്ഞത്. വൽ അഫു, മാപ്പാകുന്നത്, ഫി കുല്ലി മിൻ ഹാദിഹി സലാസത്തി, 3 നിന്നുള്ള എല്ലാത്തിലും, മസ്റൂത്തുൻ, ഷർത്താക്കപ്പെട്ടതാണ്. ബി അദ്മി തളമുഖി, പുരളാതിരിക്കണം. പുരട്ടാതിരിക്കണം. അവൻ സ്വന്തമായിട്ട് എന്താക്കാതിരിക്കണം? പുരട്ടി തേച്ചതാവാതിരിക്കണം. വല്ലഫു, മാപ്പാകുന്നത്, ഫി കുല്ലി മിൻ ഹാദിഹി സലാസത്തി, 3 നിന്നുള്ള എല്ലാ ഓരോത്തിലും, മസ്റൂത്തുൻ, ഷർത്താണ്. മാപ്പിന് ഷർത്താണ്. ബി അദ്മി തളമുഖി, പുരട്ടാതിരിക്കണോ. വഅദമി ഇഖ്തിലാത്തിൻ ബി അജ്നബിയ്യിൻ, അന്യ വസ്തുക്കളുമായി കലരാതിരിക്കണോ. രണ്ടാമത്തെ ഷർത്ത്, അന്യ വസ്തുക്കളുമായി കലരാതിരിക്കണം. എങ്ങനെയുള്ള? ലൈസ മിൻ ജിൻസിഹി, ആ വർഗത്തിൽ പെടാത്ത, രക്തമല്ലാത്ത മറ്റൊരു വസ്തുവിനോട് കലരാതിരിക്കണോ. തുപ്പുനീര്, ഊന് പൊട്ടിയ രക്തം തുപ്പുനീരിനോട് കലരുന്നത് കുഴപ്പമില്ല.
മരുന്നിനോട് കലരുന്നത് കുഴപ്പമില്ല. ശുദ്ധീകരണത്തിലെ കൊടുക്കുന്ന വെള്ളത്തിനോട് കലരുന്നതിന് കുഴപ്പമില്ല. ഭക്ഷണം, വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന ഭക്ഷണവും വെള്ളവും കുടിക്കുമ്പോൾ അതുമായി കലർന്നാലും കുഴപ്പമില്ല. അല്ലാത്ത അന്യവസ്തുക്കളോട് കലരാതിരിക്കണം. അപ്പൊ ഈ രക്തത്തിന് അവൻ പുരട്ടിയാൽ അവിഖ്തറത്ത് ബിഗൈരി ജിൻസി, വർഗമല്ലാത്ത മറ്റൊന്നിനുമായി കലർന്നാൽ, വലവുമാൻ, അത് വെള്ളമാണെങ്കിലും ശരി, ശുദ്ധീകരണത്തിന്റെ വെള്ളം കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഫലാ യുഫാൻ ശൈഇൻ മിൻഹാ, ഇവയിൽ നിന്നുള്ള ഒന്നിനെ തൊട്ടും മാപ്പ് ചെയ്യപ്പെടൂല. വയസ്തറത്തു, ഷർത്താക്കപ്പെടുന്നതാണ് അയിലം വീണ്ടും, ഫീ കുല്ലി മിനൽ അവ്വലി വസ്സാനി, ആദ്യത്തതിലും രണ്ടാമത്തതിലും, അതായത് കൊതുപോലാത്തതിന്റെ വലിക്കുന്ന രക്തമില്ലാത്ത ജീവികളുടെ രക്തം, പിന്നെ സ്വന്തം ശരീരത്തിലെ രക്തം, ഈ ആദ്യത്തിൽ രണ്ടാമത്തിലും ഷർത്താണ്. ഇതിന്റെ കസറത്ത്, അത് അധികമുണ്ടെങ്കിൽ ഷർത്ത് അല്ലായക്കൂന ബിഫീ, അവന്റെ പ്രവൃത്തി കൊണ്ട് ആവാതിരിക്കണം. ചൊള്ളിന് അവന്റെ വസ്ത്രത്തിലിട്ട് അവൻ കൊന്നതാണ്, ചോരക്കൂട് അവൻ നെക്കിയതാണ്. അപ്പൊ അധികമായാൽ മാകാൻ പാടില്ല. അധികമായാലും മാപ്പുണ്ടെന്ന് നേരത്തെ പറഞ്ഞത്. പക്ഷെ അധികമാകുമ്പോ മാപ്പ് ഉണ്ടാവണമെങ്കിൽ അവന്റെ പ്രവൃത്തി കൊണ്ടാവാതിരിക്കണം. കുറഞ്ഞതാണെങ്കിൽ അവന്റെ പ്രവൃത്തി കൊണ്ടാണെങ്കിലും മാപ്പുണ്ട്. അധികമായാൽ അവിടെ മാപ്പുണ്ടാവണമെങ്കിൽ അവന്റെ പ്രവൃത്തി കൊണ്ടാവാതിരിക്കണം. വല്ല തജാവസ മഹല്ലഹു, ആ മഹല്ലിനെ വിട്ടുകടക്കാതിരിക്കണോ. അധികമാകുന്നിടത്ത് ഈ നിബന്ധനയുണ്ട്, ആ മഹല്ലിനെ വിട്ടുകടക്കാതിരിക്കണം. വയക്കൂന ഫീ ബദനി, ശരീരത്തിൽ ആവണം, ഔ മൽബൂസി, അല്ല വസ്ത്രത്തിലാവണോ. അപ്പോളാ ഈ 3 അധികമാകുമ്പോഴുള്ള നിബന്ധന. ഫലൗകാന ബിഫീൽ, അവന്റെ പ്രവൃത്തി കൊണ്ടായാൽ, ഔ ജാവസ മഹല്ലുഹു, ആ മഹല്ലിനെ വിട്ടുകടന്നാൽ, ഔ കാന ഫീ മഹ്മൂലിഹി, അല്ലെങ്കിൽ അപ്പൊ അവന്റെ പ്രവൃത്തി കൊണ്ടാണെങ്കിൽ, ഔ ജാവസ മഹല്ല, ആ സ്ഥലം വിട്ടുകടന്ന് അപ്പുറത്ത് കഴിക്കണമെങ്കിൽ, ഔകാന ഫീ മഹ്മൂലിഹി, അവൻ ചുമന്നതിലാണെങ്കിൽ, ചുമന്നത് പറഞ്ഞ വസ്ത്രമല്ലാതെ അവന് ചുമന്നതാണ്, വസ്ത്രമല്ലാതെ. ഔ ഫിറാശി, അല്ല വിരിപ്പിലാണെങ്കിൽ, ഫലാ യുഫ, മാപ്പ് ചെയ്യപ്പെടൂല, ഇല്ലാ അനിൽ ഖലീലി, കുറഞ്ഞതല്ലാതെ. അപ്പൊ കുറഞ്ഞത് മാപ്പുണ്ട്. അധികരിച്ചാലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പല നിബന്ധനയിലും കൂടിയത്. ഇനി 3 നാലാമത്തെ നിസ്കാരത്തിൽ മാത്രം പൊറുക്കുന്ന 4-മത്തത്, അൽ ഖലീലു, കുറഞ്ഞ രക്തം, മിൻ ദമിൽ മനാഫിദി, ദ്വാരങ്ങളിലെ രക്തങ്ങൾ, ദ്വാരത്തിലൂടെ വരുന്ന രക്തം കുറഞ്ഞതൊക്കെ മാപ്പുണ്ട്. കദമി ഹൈദിന്റെ രക്തം പോലെ, ഹൈദിന്റെ രക്തം വസ്ത്രത്തിലിട്ടായിനി, അത് കഴുകിയിട്ടില്ല, മാപ്പുണ്ട്. ഒരു തരിമൂക്ക് പൊട്ടിയ രക്തം പോലെ, അതൊക്കെ ദ്വാരങ്ങളിൽ നിന്ന് വരുന്ന രക്തമാണ്, അത് കുറഞ്ഞത് മാപ്പുണ്ട്. തരിമൂക്ക് പൊട്ടിയ രക്തം കുറഞ്ഞത് മാപ്പുണ്ട്. വദമി ഐനിൻ, കണ്ണിൽ നിന്ന് വരുന്ന രക്തം, ഉദുനിൻ, ചെവിയിൽ നിന്ന് വരുന്ന രക്തം, ഇല്ലൽ ഖാരിജ, അതൊക്കെ കുറഞ്ഞത് മാപ്പുണ്ട്. ഇല്ലൽ ഖാരിജ മിൻ മാദിനി നജാസത്തി, നജസിന്റെ ഉറവിടത്തിൽ നിന്ന് വരുന്ന രക്തം ഒഴികെ, നജസിന്റെ ഉറവിടത്തു നിന്നാണ് രക്തം വരുന്നതെങ്കിൽ ഒഴികെ. കൽ മസാനത്തി, ആശയം പോലെ, മൂത്രം വരുന്ന അതിന്റെ ഉറവിടം, അവിടുന്ന് പൊട്ടിക്കാണ്ട് വന്ന രക്താണ്, എന്നാ മാപ്പില്ല, കുറഞ്ഞതും മാപ്പില്ല. അല്ലെങ്കിൽ ദ്വാരത്തിൽ നിന്നും വരുന്ന രക്തം, തരിമൂക്ക് പൊട്ടി, കണ്ണിൽ നിന്ന്, ചെവിയിൽ നിന്നൊക്കെ വരുന്ന രക്തം കുറഞ്ഞത് മാപ്പുണ്ട്. ആ 5-മത്തത്, അൽ ഖലീലു മിൻ മമരിൻ, മുതയഖിനി നജാസതുഹു മിൻ മമരിൻ, അൽ ഖലീലു, കുറഞ്ഞ രക്തം, മിൻ മമരിൻ, അല്ല കുറഞ്ഞ നജസ്, രക്തമില്ല, അൽ ഖലീലു, കുറഞ്ഞ നജസ്, മിൻ മമരിൻ, നടക്കുന്ന സ്ഥലത്ത്, നടക്കുന്ന വഴിയിൽ, മുതയഖിനി നജാസത്തു, അവിടെ നജസുണ്ട് എന്ന് ഉറപ്പുള്ള നടക്കുന്ന വഴിയിലുള്ള കുറഞ്ഞതായ നജസുകൾ, അത് ചിലപ്പോ തുണിയിലേക്കൊക്കെ തെറിക്കും. അപ്പൊ നടക്കുന്ന വഴികളിൽ ഉണ്ടാവുന്ന നജസ് കുറഞ്ഞത് മാപ്പുണ്ട്. നജസാന്ന് ഉറപ്പാണെങ്കിൽ, ചാണകമോ മറ്റുണ്ടെന്ന് റോട്ടുമലൊക്കെ ഉണ്ടാവും, അപ്പൊ അത് തുണിക്കരമലക്കാവല്ല. അൽ ഖലീലു, കുറഞ്ഞത്, മിൻ മമരി, നടക്കുന്ന വഴിയില്, മുതയഖിനി നജസുണ്ട് എന്ന് ഉറപ്പുള്ള. 5
3, 4, 5 അല്ലേ? ആറാമത്തത് മഹല്ലുസ്തിജ്മാരി, കല്ലുകൊണ്ട് മനോഹരം ചെയ്ത സ്ഥലം. കല്ലുകൊണ്ട് മനോഹരം ചെയ്താല് ശരിക്ക് കഴുകി വൃത്തിയാകണില്ല. അവിടുത്തെ നജസ് ഉണക്കുകയാണ്, വറ്റുകയാണ്. അല്ലെങ്കിൽ അവിടുന്ന് ഒന്ന് വെറുതെ പോക്കുന്നുള്ളൂ, ശരിയൊക്കെ പോകുകയില്ല. അപ്പൊ അത് മാപ്പുണ്ട്. അപ്പൊ അവിടെ കഴുകിയിട്ടില്ല എന്നത് അവിടെ ഒരു പ്രശ്നമാണ്. മഹല്ലുസ്തിജ്മാരി, കല്ലുകൊണ്ട് മനോഹരം ചെയ്ത സ്ഥലം. അടുത്തത് 8 അല്ലേ? 7 വനീമു ദുബാബിൻ, ഈച്ചയുടെ കാട്ടം. ഈച്ചയുടെ കാട്ടം, ഈച്ചക്കാട്ടം ചിലപ്പോ നമ്മളെ വസ്ത്രത്തിലൊക്കെ വരില്ല. റൗത്ത് ഹുഫാഷിൻ, ഹുഫാഷിന്റെ കാട്ടം. നരച്ചീലെന്നാ എന്തോ പറയാന്, ഒരു പാറുന്ന ഒരു ജീവിയാണ്. ബൗലുഹും, അവയുടെയൊക്കെ മൂത്രം. അതുപോലെ വേറെ ഉണ്ടാകും, തേനീച്ച, സുംബൂർ, വണ്ട് തുടങ്ങിയ വസ്തുക്കൾ. അപ്പൊ അത് അധികരിച്ചാലും കുറഞ്ഞാലും മാപ്പുണ്ട്. ഈച്ചക്കാട്ടം, ഖുഫാസിന്റെ കാട്ടം, അതിന്റെ മൂത്രം. 8 അല്ലേ? തുയൂരി, പക്ഷിക്കാഷ്ടം. പക്ഷികളുടെ കാഷ്ടം ചില പള്ളിയിലൊക്കെ ഉണ്ടാവും. പഴയ ഓടിട്ട പള്ളിയിലൊക്കെ പ്രാവുകളൊക്കെ എപ്പോഴും ഇരിക്കും. ബിഅർബഇ ശുറൂത്തിൻ, 4 ഷർത്തുകളുണ്ട്. കൗനുഹൂഫിൽ മക്കാൻ, അത് സ്ഥലത്ത് ആവണോ, സ്ഥലത്താണ് മാപ്പ്. ലാഫിൽ ബദനി, ശരീരത്തിലല്ല. വലാഫി സൗബി, വസ്ത്രത്തിലല്ല. കൗനുഹു ജാഫൻ, അത് ഉണങ്ങിയതാവണോ, അപ്പളാ മാപ്പുണ്ട്. പക്ഷിക്കാശം. വൗമൂമിൽ ബൽവാബി, അതുകൊണ്ട് പരീക്ഷണം വ്യാപകമാവണോ. വൗമൂമിൽ ബൽവാബിഹി. വഅദമു തഅമ്മുദിൽ വത്തി, വഅദമു തഅമ്മുദി, മനഃപൂർവ്വമാവാതിരിക്കണം. വത്തിയാല് അതിന്റെ മേൽ ചാവിട്ടൽ മനഃപൂർവ്വമാവാതിരിക്കണം. ദമുല്ലിസ്സത്തി, ഊന് പൊട്ടിയ രക്തം മാപ്പുണ്ട്. അടുത്തത് മൈത്തത്തു, ഊന് പൊട്ടിയ രക്തം മാപ്പുണ്ട്. അത് കഴിഞ്ഞു, പുതിയ രക്ത. പിന്നെ അടുത്തത് മൈത്തത്തു ദുബാബിൻ, ഈച്ചയുടെ ശവം. ഈച്ച ശവം. ഹമലഹൽ മുസല്ലി, നിസ്കരിക്കുന്ന ആൾ അത് ചുമന്നു. ഹൈസ് യശുക്കുൽ ഇഹ്തിറാസു അൻഹു, അതിനെ തൊട്ട് സൂക്ഷിക്കാൻ പ്രയാസമാണെങ്കിൽ, പ്രയാസമുണ്ടാകുമ്പോ ഈച്ചയുടെ ശവം മാപ്പുണ്ട്. ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ അടിസ്ഥാനത്തിലാണ്. റുതൂബത്തുൽ ബാസൂരി, ബാസൂറിന്റെ നനവ്. ബാസൂർ, മൂലക്കുരു. അതിന്റെ നനവ് ചിലപ്പോ വസ്ത്രത്തിലൊക്കെ ആകും. ഇന്ദൽ ഇബ്തിലാ ഇബി, അതുകൊണ്ട് പരീക്ഷണം ഉണ്ടാകുമ്പോൾ. അപ്പൊ ഇതൊക്കെ മാപ്പുള്ള നജസുകളാണ് എന്ന് മനസ്സിലാക്കാം. നിസ്കാരത്തിൽ മാപ്പുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.